നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കിഴിപ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് പുതുക്കിയ ഭരണാനുമതി ലഭിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവം 20ാം ദിവസത്തിലേക്കെത്തി. AITUC തൊഴിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. താന്യം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും വേണ്ടിയുള്ള കിഴിപ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു. നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങിയ കിഴിപ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിക്കുന്നതിന് പുതുക്കിയ നിരക്കിലുള്ള ഭരണാനുമതി ലഭിച്ചു. തൃശൂരിൽ നടന്ന താലൂക്ക് അദാലത്തിലാണ് തീരുമാനമായത്. 2017 4 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിച്ചതാണ് പദ്ധതി. എന്നാൽ നിർമ്മാണത്തിനിടെ കരാറുകാരൻ മരിച്ചതുമൂലം പദ്ധതി നിലച്ചു. പിന്നീട് GST തുക കൂടി ഉൾപ്പെടുത്തി പുതുക്കിയ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ലഭ്യമായിരുന്നില്ല. പ്രദേശത്തെ കുടിവെള്ളത്തിനും കൃഷിക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിക്ക് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് അനുകൂലമായ നടപടി ഉണ്ടായതെന്ന് CC മുകുന്ദൻ MLA പറഞ്ഞു. നമ്മുടെ നാട്ടിക മണ്ഡലത്തിൽ താന്യം പഞ്ചായത്തിലെ കിഴിപ്പള്ളിക്കര പ്രദേശത്ത് കുടിവെള്ള പദ്ധതിയും അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായൊരു ഇറിഗേഷൻ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നമ്മൾ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു. 2018 അന്നത്തെ ഈ പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് ലഭിച്ചത്. 4 കോടി രൂപയാണ്, ഏകദേശം 4 കോടി രൂപയാണ് ലഭിച്ചത്. അതുപോലെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു വരുന്ന സമയത്ത് പലപ്പോഴായി ഈ മറ്റേ കോൺട്രാക്ടറിൻ്റെ പ്രവർത്തനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുണ്ട്, പരിശോധിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടയ്ക്ക് വെച്ച് കോൺട്രാക്ടർ മരണപ്പെട്ടു. മരണത്തെ തുടർന്ന് പണി തീർക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും ഒരു കോൺട്രാക്ടറിനെ വെച്ച് തരണം എന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ പിന്നെ അത് നമ്മൾ പൂർത്തീകരിച്ചിരുന്നും രീതിയിലുള്ള സമീപനം സ്വീകരിച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഇവിടുത്തെ CPM-ൻ്റെ നേതാവായിട്ടുള്ള മുകേഷും അതുപോലെ തന്നെ പരമേശ്വരനും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി മന്ത്രിനെ കണ്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടായി. അന്ന് മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ശരി, നമുക്ക് നോക്കാം, പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ സാമ്പത്തിക പദ്ധതി വളരെ പുറകിലായിരുന്ന പോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ ഒരു ഓർഡർ വന്നു എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് പ്രകാരം ഇപ്പോഴത്തെ 2 കോടി 6,51,000 ഒരു പുതിയ എഗ്രിമെൻ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പലരും അവകാശപ്പെടുന്നുണ്ട്. ആരാവകാശപ്പെട്ടാലും നമ്മുടെ MLA മുഖേനയുള്ള ഒരു പ്രവർത്തനമാണ്. എന്നാലും നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പറയുന്ന CPM-ൻ്റെ നേതാക്കന്മാരായിട്ടുള്ള മുകേഷും അതുപോലെ തന്നെ പരമേശ്വരനും നിരന്തരമായി നമ്മളെ എടുത്തു വരികയും സംസാരിക്കുകയും അതിനു വേണ്ടിയുള്ള അപ്പോൾ അവരൊക്കെ ഞാൻ പറഞ്ഞു ഇന്നുവരെ എടുത്ത് അഥവാ സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കഴിയുമെന്ന് കളക്ടർ കൂടി ഒന്ന് ആലോചിച്ച് വേണ്ട സഹായം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്നാൽ തന്നെ ഇപ്പം നമുക്ക് സഹായം സർക്കാരിന് ലഭിച്ചു. അപ്പം അതുകൊണ്ട് അവർ പ്രവർത്തിക്ക് ഇങ്ങനെ നടപടിയിൽ വന്നപ്പോൾ തന്നെ പലരും എന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നിരന്തരമായി ഈ പറഞ്ഞ ആൾക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയതാണ്. ഞാൻ പറഞ്ഞ 2 കോടി 6,51,000 വരെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നു. അതിൻ്റെ ഇറിഗേഷൻ എഞ്ചിനീയർ നമ്മൾ വിളിച്ച് പറയേണ്ടായി. അതിൻ്റെ പുറത്ത് നടക്കുന്നുണ്ട്. ഇതാണ് ആ ഇറിഗേഷൻ കിഴിപ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ഇന്നത്തെ സ്ഥിതി എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്താണ്. CPM ഏരിയ സമ്മേളനത്തിൽ ഉയർന്നുവന്ന പ്രധാന പ്രമേയം കിഴിപ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടതായിരുന്നുവെന്ന് CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV മദനമോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ഏറെ സന്തോഷം നൽകുന്നതാണ് പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ നമ്മുടെ ജില്ലയിലെ 2ാമത്തെ താലൂക്ക് അദാലത്തിൽ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന നിലയിൽ ലിഫ്റ്റ് ഇറിഗേഷൻ കിഴിപ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷനുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മുനയം ബണ്ട് അതുപോലെ കരുവാങ്കുളം കാനങ്ങനെ 3 അപേക്ഷകൾ നൽകുകയുണ്ടായി. ലിഫ്റ്റ് ഇറിഗേഷൻ ഈ പ്രദേശത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്.
ഇന്നലത്തേക്ക് നമ്മൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ ഏതാണ്ട് 6 കൊല്ലം പിന്നിട്ട്, ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 6 കൊല്ലം പിന്നിട്ട്, 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് അന്ന് പറഞ്ഞിരുന്നെങ്കിലും 6 വർഷം പിന്നിട്ട്. ചില പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധി നമ്മുടെ ഈ കരാറുകാരൻ മരണപ്പെട്ടതാണ്, ഇത് ഏറ്റെടുത്ത കരാറുകാരൻ മരണപ്പെട്ടതാണ്. ഉടനടി കരാറ് റദ്ദ് ചെയ്ത് പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി സർക്കാരിലേക്ക് അയച്ചെങ്കിലും പലവിധ പ്രശ്നങ്ങളാൽ അത് വൈകിപ്പോയി. അന്ന് മുതൽ ഈ സൂചിപ്പിക്കപ്പെട്ട കാലത്ത് നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2,06,51,000 രൂപ അധികമായി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുടെ പുനരാരംഭത്തിന് ഭരണാനുമതി നൽകിയിട്ടുള്ളത്. പദ്ധതി പുനരാരംഭിക്കുന്നതിന് CC മുകുന്ദൻ MLAയും CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV മുകേഷ്, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം TK പരമേശ്വരൻ എന്നിവരും നിരന്തരം ഇടപെടലുകൾ നടത്തിയിരുന്നു. തൃശ്ശൂരിൽ നടന്ന താലൂക്ക് അദാലത്തിൽ CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റി ഇത് സംബന്ധിച്ച് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അദാലത്തിൽ വെച്ച് തന്നെ ബാക്കി പ്രവൃത്തിക്കുള്ള 2.6 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. പഞ്ചായത്ത് അംഗം ഷൈനി ബാലകൃഷ്ണൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK പരമേശ്വരൻ എന്നിവർ പദ്ധതി സ്ഥലം സന്ദർശിച്ചു. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രസന്നിധിയിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവം 20ാം ദിവസത്തിലേക്ക് കടന്നു. 19ാം ദിവസം രാവിലെ മുതൽ ആരംഭിച്ച സംഗീത സദസ്സുകളിൽ വിവേക് പാലക്കാട്, അഖിൽ KR ഒറ്റപ്പാലം, ഗോകുൽ KR ഒറ്റപ്പാലം, VV രജനി എന്നിവരുടെ കർണാടക സംഗീതം വായ്പാട്ടും AC വിനീഷിന്റെ പുല്ലാങ്കുഴൽ കച്ചേരിയും നടന്നു. തുടർന്ന് എറണാകുളം ശ്രുതി വിദ്യാധരൻ, അഞ്ജന ഹരി, ആലങ്കോട് അശ്വതി അനിൽ എന്നിവരുടെ നാട്യാർപ്പണവും വൈകിട്ട് കൊല്ലം മാരുതി ഉണ്ണികൃഷ്ണൻ, അനുഗ്രഹ R വേണു എന്നിവരുടെ ഭരതനാട്യം, വല്ലച്ചിറ ശ്രീ ഭദ്രയുടെ തിരുവാതിരക്കളിയും നടന്നു. എറണാകുളം സതീഷ് വർമ്മ വയലിനും, തൃപ്പുണിത്തറ രാജ്നാരായണൻ മൃദംഗത്തിലും, തൃപ്പുണിത്തറ അയ്യപ്പൻ മുഗർശങ്കിലും പക്കമേളം അവതരിപ്പിച്ചു. CPM നാട്ടിക ഏരിയ സമ്മേളനത്തിന് കയ്പമംഗലത്ത് തുടക്കമായി. കയ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് പതാക ഉയർത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ജനകീയ ജനാധിപത്യ പോരാട്ടത്തിൽ നമുക്കൊപ്പം അണിനിരത്താൻ കഴിയാത്ത ഒരു വിഭാഗവും കേരളത്തിലില്ല. അതിസമ്പന്നരായ ആളുകൾ, വൻകിട ഭൂവുടമകൾ, അങ്ങനെയുള്ള വലിയ വിഭാഗമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മുടെ ഈ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമാക്കി തൊഴിലാളികൾക്ക് നയിക്കുന്ന ഈ വിപ്ലവത്തിന്റെ കണ്ണികളാക്കി മാറ്റാം. അതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങളാണ്
നാം ഓരോ പ്രദേശങ്ങളും ഏറ്റെടുക്കുന്നത്. അതിനുള്ള പദ്ധതിയാണ്, പ്രവർത്തന പദ്ധതികളാണ് പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി സമ്മേളനം ചേരുമ്പോൾ നമുക്ക് ഈ 3 വർഷം ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടം എന്തൊക്കെയാണ്, ഏതൊക്കെ പുതിയ ജനവിഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു കയറാൻ കഴിയും. ടി വി സുരേഷ് ബാബു രക്തസാക്ഷി പ്രമേയവും പി എ രാംദാസ്, ടി ജി നിഖിൽ, അലോക് ടി മോഹൻ എന്നിവർ അനുശോചന പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ്, കെ എ വിശ്വംഭരൻ, കെ ആർ സീത, കെ ബി ഹംസ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി അബ്ദുൽ ഖാദർ, മുരളി പെരുന്നെല്ലി എം എൽ എ, പി കെ ചന്ദ്രശേഖരൻ എന്നിവർ പങ്കെടുത്തു. 11 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 180 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം വെള്ളിയാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് AITUC നടത്തിയ തൊഴിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് വാടാനപ്പള്ളിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ സണ്ണി വടക്കൻ അധ്യക്ഷനായി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ മുഖ്യ അതിഥിയായി. ജാഥ ക്യാപ്റ്റൻ TJ ആഞ്ചലോസ്, ഡയറക്ടർ KG ശിവാനന്ദൻ, വൈസ് ക്യാപ്റ്റൻ KK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. രാകേഷ് കണിയാമ്പറമ്പിൽ, TK സുധീഷ്, VR മനോജ്, ജെയിംസ് റാഫേൽ, അഡ്വക്കേറ്റ് PK ജോൺ, അഷ്റഫ് വലിയകത്ത്, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, CV ശ്രീനിവാസൻ, സതീന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. INTUC വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. നിരവധി തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പുകൾ നൽകി. കോതകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ മനസ്സിൽ കാര്യം എടുക്കുന്ന ട്രേഡുകളിലെല്ലാം ചുമട്ട് തൊഴിലാളികളാണ്. അപ്പോൾ പാലപ്പെട്ടിയിലുള്ള 10-20 ചെറുപ്പക്കാർ അല്ലെങ്കിൽ പണിയെടുക്കുന്നവരെ മാത്രമാണ് INTUC ആയിട്ട് നമ്മൾ കാണുന്നത്. നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ 86,000 മെമ്പർഷിപ്പ് INTUCക്ക് ഉണ്ട്. 86,000 മെമ്പർഷിപ്പ് ഉള്ളതിൽ ഇവിടെ സുമേഷ് എത്ര പേരെ നമ്മുടെ ചുമട്ടുകാർ ഈ പഞ്ചായത്തിൽ? ഇവിടെ ചുമട്ടുകാർ എത്ര പേരാ മതി? അപ്പൊ ഈ പഞ്ചായത്ത് അത്രയല്ലോ 28 പേരുണ്ട്. ഈ പഞ്ചായത്തിൽ 28 പേര്. അവരെ മാത്രം INTUC ആയിട്ട് ചുമട്ടുകാരെ മാത്രം കണ്ടുപോയാൽ നമുക്ക് 86,000 ഉണ്ടാവുമോ? അപ്പൊ ഇവിടെ നിന്ന് വന്നത് 86,000 മെമ്പർഷിപ്പ്. 3,800 പേര് മാത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ ചുമട്ടു മേഖലയിലുള്ളൂ. മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് വാഴപ്പള്ളി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സുമന ജോഷി, DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, ഷീല ഹരിദാസ്, AP രാമകൃഷ്ണൻ, സുമേഷ് പാണാട്ടിൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിബ പ്രദീപ്, KH കബീർ, MM ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ സലീം, വൈശാഖ് വേണുഗോപാൽ, അജ്മൽ ഷെരീഫ്, ഷെരീഫ് മാസ്റ്റർ, ജോസ് താടിക്കാരൻ, സുജിൽ കരിപ്പായി, സജിത്രൻ തയ്യിൽ, പ്രവീൺ പൊയ്യാറ എന്നിവർ സംസാരിച്ചു. AITUC പ്രക്ഷോഭ ജാഥയ്ക്ക് പെരുങ്ങോട്ടുകര സെന്ററിൽ സ്വീകരണം നൽകി. തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനുവരി 17-നാണ് പ്രക്ഷോഭ ജാഥ നടക്കുന്നത്. 1,00,000 തൊഴിലാളികളെ അണിനിരത്തി നടക്കുന്ന തൊഴിലാളി പ്രക്ഷോഭ ജാഥയുടെ പ്രചരണാർത്ഥം TJ ആഞ്ചലോസ് ക്യാപ്റ്റനും KK അഷ്റഫ് വൈസ് ക്യാപ്റ്റനും KG ശിവാനന്ദൻ ഡയറക്ടറുമായ ജാഥയ്ക്കാണ് പെരുങ്ങോട്ടുകരയിൽ സ്വീകരണം നൽകിയത്. യോഗത്തിൽ CR മുരളീധരൻ അധ്യക്ഷനായി. VS സുനിൽകുമാർ മുഖ്യ അതിഥിയായിരുന്നു. AK അനിൽകുമാർ, പ്രതീഷ് എന്നിവർ സംസാരിച്ചു. AITUC എന്ന സംഘടന സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. 1920. 1926-ലുണ്ടായ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ട്രേഡ് യൂണിയൻ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് AITUC.
ATCയുടെ സമര ചരിത്രത്തിൽ ഇന്ന് വരെ ഭരണാധികാരികൾ ആരാണെന്ന് നോക്കിക്കൊണ്ടുള്ള സമരങ്ങളല്ല നമ്മൾ നടത്തിയിട്ടുള്ളത്. ഐതിഹാസികമായ പോരാട്ടങ്ങളെല്ലാം തന്നെ തൊഴിലാളികൾക്ക് മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ്. ഇന്ന് ഈ സമര പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്ന, നമ്മൾ കാല് ചവിട്ടി നിൽക്കുന്ന അന്തിക്കാട്ട മണ്ണ് കേരളത്തിന്റെയും ഇന്ത്യയുടെയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തൊഴിലാളി വർഗ സമര പോരാട്ടത്തിന്റെ രക്തസാക്ഷിത്വം കൊണ്ട് ഐതിഹാസികമായ ചരിത്രം രചിച്ച മണ്ണാണ് ഈ മണ്ണ്. അന്തിക്കാട്ടെ മണ്ണിലെ സഖാക്കളോട് ATC നടത്തുന്ന പോരാട്ടത്തിന്റെ സമര ചരിത്രം പറഞ്ഞു വരേണ്ട കാര്യമില്ല. മനുഷ്യൻ തന്നെ ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥക്കെതിരായി പോരാടിയവരാണ് നമ്മുടെ നാട്ടിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. അന്തിക്കാട്ടെ ഏനാമാവ് പെരിങ്ങോട്ടുകര ചെത്തൊഴിലാളി യൂണിയൻ എന്ന കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ സമര സംഘടന ATCയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ്. മുൻ ദേശീയ സ്കൂൾ കായികമേളയിലെ ഡിസ്കസ് ത്രോ സ്വർണ്ണ ജേതാവ് ഒരിടവേളയ്ക്ക് ശേഷം തേഞ്ഞിപ്പാലത്ത് നടന്ന കായികമേളയിൽ സ്വർണവും വെള്ളിയും നേടി. ഹാമർ ത്രോയിൽ സ്വർണവും ഡിസ്കസ് ത്രോയിൽ വെള്ളിയും കരസ്ഥമാക്കിയ അതുല്യയെ തൃപ്പയാർ സർഗ സംസ്കൃതി പ്രവർത്തകർ വസതിയിലെത്തി അനുമോദിച്ചു. ഏറെ കഷ്ടപ്പാടും ദുരിതവും സഹിച്ചാണ് ഇപ്പോഴും കേരളവർമ്മ കോളേജിലെ ഫിലോസഫി 2ാം വർഷ വിദ്യാർത്ഥിയായ അതുല്യ മുന്നോട്ടു പോകുന്നത്. സ്വന്തമായി വീടില്ലാത്ത ഈ താരം വാടക വീട്ടിലാണ് താമസം. രോഗിയായ അച്ഛൻ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന ചെറിയ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. ഈ പ്രയാസങ്ങൾക്കിടയിലും തളരാതെ മുന്നേറുന്ന അതുല്യയെ സർഗ സംസ്കൃതി ചെയർമാൻ ജയൻ ബോസ്, വൈസ് ചെയർമാൻ ആൻഡോ തൊറയൻ എന്നിവർ ചേർന്ന് ഷാൾ അണിയിച്ചും മധുരം നൽകിയും അനുമോദിച്ചു. പ്രാക്ടീസിന് പോകേണ്ട കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അവർക്കുള്ള പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ഇതുമായി പെടുന്ന ഘടകങ്ങൾ അത് എത്തിച്ചു കിട്ടാനുള്ള ഒരു സംവിധാനം എളുപ്പമല്ല മുന്നോട്ട് പോകേണ്ട കാര്യം. അതിനെയൊക്കെ തരണം ചെയ്യാൻ ഇത് കാണുന്ന, അല്ലെങ്കിൽ ഈ അനുമോദനം കാണുന്ന ആർക്കെങ്കിലും നല്ല ഒരു മനസ്സുണ്ടായി അവരെ സഹായിക്കാൻ ഉതകട്ടെ എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, പൊതുപ്രവർത്തകൻ പോൾ ചിറ്റ്ലപ്പള്ളി, നജീബ് PM, സജിത് ചെമ്മാപ്പള്ളി എന്നിവർ സംസാരിച്ചു. സ്കൂൾ ദേശീയ മീറ്റുകളിൽ പങ്കെടുത്ത് ഒരിടവേളയ്ക്ക് ശേഷമാണ് തിരിച്ചുവരവ് അതുല്യ ഗംഭീരമാക്കിയത്. സ്കൂൾ സ്റ്റേറ്റ് ഡിസ്കസ് ത്രോയിലാണ് 7 കൊല്ലം മെഡൽ വന്നത്. പിന്നെ ഷോർട്ട് പുട്ടിലും ഗോൾഡ് ഉണ്ട്. നാഷണൽസ് ഡിസ്കസ് ത്രോ ഗോൾഡ് മെഡലാണ്. പിന്നെ ഹാമർ ത്രോയിലും ഷോർട്ട് പുട്ടിലും ബ്രോൺസ് മെഡൽ. ഈ കഴിഞ്ഞ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മീറ്റിൽ ഡിസ്കസ് ത്രോയിൽ സിൽവർ മെഡലും ഹാമർ ത്രോയിൽ ഗോൾഡ് മെഡലാണ് കിട്ടിയത്. ഞാൻ കേരളവർമ്മ കോളേജിലാണ് പഠിക്കണത്. അവിടെ 2nd ഇയർ ഫിലോസഫി. ഹോട്ടലിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി. ചന്ദ്രപ്പിന്നി മർവ ഹോട്ടലിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാലയാണ് ഉടമയെ കണ്ടെത്തി കൈമാറിയത്. പട്ടാമ്പി സ്വദേശി ജുവേരിയുടേതായിരുന്നു നഷ്ടപ്പെട്ട മാല. കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴാണ് 1 പവൻ്റെ മാല നഷ്ടപ്പെട്ടത്. ഇതിനുശേഷം ചായ കുടിക്കാനെത്തിയവർക്കാണ് മാല ലഭിച്ചത്. ഇത് ഇവർ ഹോട്ടൽ ഉടമയെ ഏൽപ്പിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയ വഴി സന്ദേശം പ്രചരിപ്പിച്ചതോടെയാണ് ഉടമയെ കണ്ടെത്തിയത്. ഇന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഹോട്ടൽ ഉടമ PH അഹമ്മു, പൊതുപ്രവർത്തകൻ സലീം എന്നിവർ SI KS സൂരജിൻ്റെ സാന്നിധ്യത്തിൽ മാല ഉടമയ്ക്ക് കൈമാറിയത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614.
ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്ക്. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊണാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. CPM മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തരം ദുരഭിമാനത്തിന്റെയും അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ ഭാഗമായി നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകതരം ബോധവും ധാരണയും ചിന്തയും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ആർക്ക് കഴിഞ്ഞു? അമേരിക്കയ്ക്ക്. നമ്മളിന്ന് അമേരിക്കയിലല്ല ജീവിക്കണേ, പക്ഷെ അമേരിക്കക്കാരെ പോലെയാണ്. അമേരിക്കയിലൊന്നല്ല ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന അമേരിക്കക്കാരെ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഞാൻ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോഴോ പഴയ ആവശ്യങ്ങളാണോ നമ്മുടെ? ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KV രാജേഷ്, VV സജീന്ദ്രൻ, VA ദിവാകരൻ, AK അഭിലാഷ്, ശശി ചേറ്റക്കുളം എന്നിവർ സംസാരിച്ചു. തുടർന്ന് നാട്ടിലെ പാട്ടുകാർ അവതരിപ്പിച്ച പാട്ടിടവും അരങ്ങേറി. ഡിസംബർ 20 മുതൽ 23 വരെ പാവറട്ടിയിലാണ് മണലൂർ ഏരിയ സമ്മേളനം നടക്കുന്നത്. അന്തർദേശീയ യുവജന സംഘടനയായ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI തൃപ്പയാർ ചാപ്റ്ററിന്റെ പുതിയ പ്രസിഡന്റായി കൃഷ്ണ ഷൈൻ ചുമതലയേറ്റു. തൃപ്പയാറിലെ ഹോട്ടൽ ഡ്രീംലാൻഡ് ഡാഫോഡിൽ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ JCI തൃപ്പയാറിന്റെ നിലവിലെ പ്രസിഡന്റ് അഞ്ജലി മനോജ് പുതിയ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. JCI ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന JCI ഇന്ത്യ സോൺ 20ന്റെ സോൺ പ്രസിഡന്റ് മെജോ ജോൺസൺ വിശിഷ്ടാതിഥിയായിരുന്നു. JCI തൃപ്പയാറിന്റെ പ്രസിഡന്റ് അഞ്ജലി മനോജ് അധ്യക്ഷയായി. കൃഷ്ണ ഷൈൻ, സെക്രട്ടറി അഭിഷേക് പ്രദീപ്, ട്രഷറർ അങ്കിത് PS എന്നിവരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. JCI ഇന്ത്യ സോൺ 20 വൈസ് പ്രസിഡന്റ് ഐശ്വര്യ ബോസ്, സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, സോൺ ഭാരവാഹികളായ വർഗീസ് M തോമസ്, ഫസീല അസീസ്, JCI തൃപ്പയാർ മുൻ പ്രസിഡന്റ് AA ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റർ PK ഹരി, നിയുക്ത സെക്രട്ടറി അഭിഷേക് പ്രദീപ് എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് അങ്കനവാടി കലോത്സവം തേന്മഴ കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടന്നു.
പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, മെമ്പർമാരായ പി ടി ജോൺസൺ, കൃഷ്ണേന്ദു ഷിജിത്ത്, ഷേലി റാഫി, ബിന്ദു സതീഷ്, കവിത രാമചന്ദ്രൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, അംഗൻവാടി സൂപ്പർവൈസർ കവിത എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ്സ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന 9ാമത് മുസ്ലിസ് ക്രിസ്മസ് കാർണിവൽ ഈ മാസം 21 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്താണ് കാർണിവൽ ഒരുക്കുന്നത്. കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങുകളിൽ പങ്കെടുക്കും. മുസ്ലിസ് കാർണിവലിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുക. മനോഹരമായ ക്രിസ്മസ് വില്ലേജ് കാർണിവലിൻ്റെ പ്രധാന ആകർഷണമാണ്. വിവിധതരം റൈഡുകൾ, പെറ്റ് ഷോ, പ്ലാനറ്റോറിയം, വെർച്വൽ റിയാലിറ്റി ഷോ, എയ്റോ ലാബ്, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ, കലാപരിപാടികൾ എന്നിവ എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികൾക്ക് കലാരചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരെ ആദരിക്കും. സെന്റ് ജോസഫ് പള്ളി വികാരിയും കാർണിവൽ കമ്മിറ്റി ചെയർമാനുമായ ഫാദർ ഷൈജൻ കളത്തിൽ, സഹവികാരി ഫാദർ അനീഷ് പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ഷാജി സെബാസ്റ്റ്യൻ പടമാടൻ, ഫിനാൻഷ്യൽ കൺവീനർ ബെന്നി വഞ്ചിപ്പുര, ജോയിന്റ് കൺവീനർമാരായ OA ജെൻറിൻ, ദീപക്, ജോഷി ജോർജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അരുമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന്റെ ഭാഗമായി അരുമ്പൂർ യുവജന സമാജം ഒരുക്കിയ കാവടി ആഘോഷം വർണ്ണാഭമായി. ചൊവ്വാഴ്ച വൈകിട്ട് കുമാരൻ ഓമനാലയത്തിൽ പാനകപൂജ നടത്തി. ബുധനാഴ്ച രാവിലെ ഓണിയംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും നാദസ്വരം, പീലിക്കാവടി, പൂക്കാവടി, ശിങ്കാരിമേളം, തിറ എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. തുടർന്ന് പാൽക്കാവടി അഭിഷേകവും നടത്തി. ഭാരവാഹികളായ പ്രസിഡന്റ് രജീഷ് രവി, സെക്രട്ടറി ശരത് ശശീന്ദ്രൻ, ട്രഷറർ വിമൽ വെളിയത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തളിക്കുളം മതിലകം ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾക്കായി എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ കിലയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ പരിശീലനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലിക ദേവൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ വിഷയങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ, ഇന്ത്യയിൽ 9 വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കേരളം അത് ഒരു ചുവട് കൂടി മുന്നിൽ വെച്ചുകൊണ്ട് 10ാമതായിട്ടൊരു വിഷയം എടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം. എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഞാനടക്കമുള്ള വിദ്യ അഭ്യസിക്കാൻ തയ്യാറുള്ള, അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ഇപ്പൊ പഠിക്കാം അല്ലെ, 90 വയസ്സായ ഒരു അമ്മമ്മ ബികോം പരീക്ഷ എഴുതാനായിട്ട് ചെറിയ കുട്ടികളോടൊപ്പം നിൽക്കുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. അവരത് കഴിഞ്ഞാൽ ഇനിയും പഠിക്കണമെന്നുള്ള ത്വരയാണ് അവരുടെ കയ്യിൽ. ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO KK ലത അധ്യക്ഷയായി. പ്രൊഫസർ MV മധു, CV ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കില RPമാരായ CG പൽപ്പു, ഹിമ ഷാജി, VK ശ്രീധരൻ, V മനോജ്, PS സേതുമാധവൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിന്റെ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ പ്രൊഫസർ MV മധു ക്ലാസുകൾക്ക് നേതൃത്വം നൽകി.
ഇനി വാണിജ്യം. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് 25 വർഷത്തെ സുസ്ഥിരമായ സേവന പാരമ്പര്യമുള്ള ഗോൾഡൻ ബ്യൂട്ടി സ്കിൻ ഹെയർ മേക്കപ്പ് സ്റ്റുഡിയോ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ച് വാടാനപ്പള്ളി തൃശൂർ റോഡിലുള്ള SB സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. മഴവിൽ മനോരമ മിടുക്കി റിയാലിറ്റി ഷോ വിന്നർ ശ്രുതി പോൾ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തി. ഗോൾഡൻ ബ്യൂട്ടിയുടെ ഫസ്റ്റ് ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യണത്. അന്ന് എന്നെ സംബന്ധിച്ച് ഇനോഗ്രേഷൻ ആണ്, അയ്യോ ഇത് ഷോപ്പ് ഇത് ഭയങ്കര ഐശ്വര്യമാവണം അങ്ങനെയൊന്നുമില്ല, റിബൺ എങ്ങനെ കട്ട് ചെയ്യാന്നുള്ള ഒരു എയിം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് അത് ഒരു എന്താ പറയാ, നമുക്കൊരു സന്തോഷം എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഇന്ന് 25 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു സംരംഭമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് 25th ആനിവേഴ്സറിയുടെ അന്ന് തന്നെ എനിക്കത് വീണ്ടും എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ മോളുടെ കൂടെ ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇന്ന് അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടന്നിട്ടുള്ള എൻ്റെ മമ്മിക്കും അശ്വതി ചേച്ചി, ഇതിന്റെ പുറകിലുള്ള അങ്കിള് സിന്താന്റിക്ക് തുടക്കത്തിൽ ഇതിന്റെ ഒരു നാഴികക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ എല്ലാവരും പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്, എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സും പറയാണ്. അപ്പോൾ ഈ ഒരു 25th ആനിവേഴ്സറിയിൽ നമ്മുടെ കൂടുതൽ ഭംഗിയാക്കിയിട്ടുള്ള ഈ ഗോൾഡൻ ബ്യൂട്ടി, റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഗോൾഡൻ ബ്യൂട്ടി ഒരുപാട് ഈ 50ാം വാർഷികവും 100ാം വാർഷികവും ഒക്കെ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ. എൻ്റെ മോളും ഇതുപോലെ വലുതായി 25 വർഷം വീണ്ടും കഴിയുമ്പോൾ അവൾക്ക് അവളുടെ മോളുടെ കൂടെ ഇതിന്റെ അടുത്ത ഒരു സെഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാടാനപ്പള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ പങ്കെടുത്തു. 25ാം വാർഷികത്തിന്റെ ഭാഗമായി ആകർഷകമായ ഓഫറുകളാണ് ഗോൾഡൻ ബ്യൂട്ടി തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഗോൾഡൻ ബ്യൂട്ടിയുടെ സഹോദര സ്ഥാപനം ഗുരുവായൂർ തെക്കേനടയിലും പ്രവർത്തിക്കുന്നുണ്ട്. അന്തിക്കാട് ചെങ്ങല്ലൂർ മനയിൽ പരേതനായ CP നീലകണ്ഠൻ നമ്പൂതിരിയുടെ മകൻ മുകേഷ് അന്തരിച്ചു. 41 വയസ്സായിരുന്നു. അമ്മ രമണി, സഹോദരി അശ്വതി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് ചെങ്ങല്ലൂർ തറവാട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴിപ്പള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് പുതുക്കിയ ഭരണാനുമതി ലഭിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവം 20ാം ദിവസത്തിലേക്കെത്തി. AITUC തൊഴിൽ പ്രക്ഷോഭ ജാഥയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.